عليكم ورحمة الله تعالى وبركاته. بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. رب يسر ولا تعسر. رب زدنا علما وعلما وعقلا وفهما وإيمانا كاملا ومن بالخير والسعادة. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തിരുന്നു? നമ്മൾ മൈക്രോ ഓർഗാനിസം കൊണ്ടുള്ള ഉപകാരങ്ങൾ ഉപദ്രവമാണ് നമ്മൾ എന്ത് ചെയ്തത് പറഞ്ഞു വരുന്നത്. അതിലൊരു ഉപകാരം മൊത്തത്തിൽ ഷോർട്ടാക്കി പറഞ്ഞിരുന്നു. പിന്നെ ഒരു ഉപകാരം പറഞ്ഞിരുന്നു, എന്ത് ബ്രെഡ് അതുപോലെ തന്നെ കേക്കൊക്കെ ഉണ്ടാക്കാൻ എന്ത് ചെയ്യും മൈക്രോ ഓർഗാനിസത്തിൻ്റെ ആവശ്യം നമുക്ക് ഓർഗാനിസത്തിന് നമുക്ക് എന്തുണ്ട് ആവശ്യമുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അടുത്ത കാര്യത്തിൽ കിടക്കാം. അതെന്താണ് കൊമേഴ്ഷ്യൽ യൂസ് ഓഫ് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസത്തിൻ്റെ എന്ത് സാമ്പത്തികപരമായിട്ടുള്ള എന്ത് കൊമേഴ്ഷ്യൽ പറഞ്ഞാൽ വാണിജ്യപരമായിട്ടുള്ള ഉപയോഗം മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ആൽക്കഹോള് അതുപോലെ തന്നെ വൈറ്റ് പിന്നെ നമ്മൾ സുർക്ക അല്ലെങ്കിൽ വിനാഗർ അതൊക്കെ ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നു നമ്മൾ മൈക്രോ ഓർഗാനിസത്തിന് എന്ത് ചെയ്യുന്നു യൂസ് ചെയ്യുന്നു. മൈക്രോ ഓർഗാനിസത്തിന്റെ വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ കള്ളുണ്ടാക്കാൻ, ആൽക്കഹോൾ ഉണ്ടാക്കാൻ, വൈൻ ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ സുർക്ക അല്ലെങ്കിൽ വിനാഗർ ഉണ്ടാക്കാനൊക്കെ എന്ത് ചെയ്യുന്നു മൈക്രോ ഓർഗാനിസത്തെ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ എന്ത് ഈ ഈസ്റ്റിനെ മൈക്രോ ഓർഗാനിസത്തിൽപ്പെട്ട ഈസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ആൽക്കഹോളും വൈനിൻ്റെയും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മൈക്രോ ഓർഗാനിസമാണ് എന്ത് ഈസ്റ്റ്. ഈ ഈസ്റ്റിന് എന്ത് ചെയ്യുന്നു ഈ ആൽക്കഹോൾ ഉണ്ടാക്കുന്നത് കാരണം എന്ത് ചെയ്യും നമ്മൾ ഈ ബാർലി അതുപോലെ തന്നെ ഗോതമ്പ്, അരി, അതുപോലെ തന്നെ നമ്മൾ ചതച്ച ക്രഷ് ചെയ്ത ഫ്രൂട്ട്സുകൾ ഇതിലൊക്കെ എന്ത് ചെയ്യും നമ്മൾ ഇതിൻ്റെ സുഗറിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു ഈസ്റ്റിനെയും എന്ത് ചെയ്യുന്നു ചേർക്കുന്നു. അതിനെ ചേർക്കണം നമുക്ക് ഇതിന് ആൽക്കഹോൾ വൈനൊക്കെ കിട്ടാൻ വേണ്ടി. അപ്പം ഈ കള്ളിനെ ഷുഗറിനെ എന്ത് ചെയ്യുന്നു ആൽക്കഹോളാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഷുഗറിനെ ആൽക്കഹോളാക്കിയിട്ട് ഈസ്റ്റിന്റെ സ്ഥാനത്താൽ ആൽക്കഹോളാക്കി മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഫെർമെന്റേഷൻ എന്ന് പറയുന്നത്. ഈ ഫെർമെന്റേഷൻ എന്നുള്ള പ്രവൃത്തി എന്ത് കണ്ടുപിടിച്ച ആളാണ് 1857 ലൂയി പാസ്റ്റർ ആണ് എന്ത് ചെയ്തത് ഇത് കണ്ടുപിടിച്ചത്. പിന്നെ അടുത്ത ഉപയോഗമാണ് എന്ത് മരുന്ന് കുറെ മരുന്നുകൾ ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു മൈക്രോ ഓർഗാനിസത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു ഉപയോഗിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിക്കാണെങ്കിൽ എന്താക്കാം നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് എന്ത് ചെയ്യും ടാബ്ലറ്റ് ഒക്കെ എന്ത് ചെയ്യും ഡോക്ടർമാർ തരും. അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ അതിൽപ്പെട്ട പ്രസിദ്ധമായ ഒരു ഇഞ്ചക്ഷനാണ് എന്ത് പെൻസിലിൻ എന്ന് പറയുന്നത്. ഈ പെൻസിലിൻ കണ്ടുപിടിച്ച ആളാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ്. അതുപോലെ തന്നെ എന്ത് ഒരുപാട് മരുന്നൊക്കെ ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നു മൈക്രോ ഓർഗാനിസത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു ഉപയോഗിക്കുന്നു. ഈ മൈക്രോ ഓർഗാനിസം ആന്റിബയോട്ടിക്സ് എന്താണ് ഈ മരുന്ന് ആന്റിബയോട്ടിക്സ് മരുന്നുകൾ എന്ത് ചെയ്യും നമ്മളെ രോഗത്തിന് കാരണമാകുന്ന മൈക്രോ ഓർഗാനിസത്തിനൊക്കെ എന്ത് ചെയ്യുന്നു ഒന്നിൽ തടയുകയോ അല്ലെങ്കിൽ അതിനെ കൊല്ലുകയോ എന്ത് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന കുറച്ച് എന്ത് മൈക്രോ ഓർഗാനിസം കൊണ്ട് ഉപയോഗിക്കുന്ന കുറച്ച് ആന്റിബയോട്ടിക് മരുന്നുകളാണ് ഏതൊക്കെ. അതായത് ബാക്ടീരിയയിൽ നിന്നും ഫംഗിയിൽ നിന്നെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഇതിന്റെ ഉപകാരം എടുത്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചില ആന്റിബയോട്ടിക്സ് മരുന്നുകളാണ് ഇനി എന്ത് ചെയ്യുന്നത് ഇവിടെ പറയാൻ പോകുന്നത്. മനസ്സിലായോ? ഫംഗീനും ബാക്ടീരിയനൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ചില ആന്റിബയോട്ടിക്സ് ആണ് സ്ട്രെപ്റ്റോമൈസിൻ, ടെട്രാസൈക്ലിൻ, പിന്നെ എർത്രോമൈസിൻ. ഇങ്ങനത്തെ കുറച്ച് ആന്റിബയോട്ടിക്സ് ആണ് നമ്മൾ ഫംഗീനും ബാക്ടീരിയനും കൊണ്ട് ഇതിന്റെ ഉപകാരത്തിൽ നിന്ന് എടുക്കുന്ന ചില ആന്റിബയോട്ടിക്സ് ആണ്. അപ്പം പൊതുവെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇവയൊക്കെ. പിന്നെ ഈ ആന്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മളെ മരുന്നുകൾക്ക് അതുപോലെ തന്നെ ഈ നമ്മുടെ കന്നുകാലികളുടെ ഫുഡിലൊക്കെ എന്ത് ചെയ്യും നമ്മളിത് മിക്സ് ആക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വളർത്തുന്ന ഈ കോഴി വളർത്തും, അതുപോലെ തന്നെ ഈ താറാവ് ഇവകളൊക്കെ വളർത്തൂലേ,
ഇവകളെ വളർത്തുന്ന ചില അനിമൽസിന് ഇൻഫെക്ഷൻ എന്ത് ചെയ്യാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ആന്റിബയോട്ടിക്സ് അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അനിമൽസിലൊക്കെ ചില രോഗങ്ങൾ തടയാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആന്റിബയോട്ടിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ആന്റിബയോട്ടിക്സിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ വേറെ സാധനമാണ് വാക്സിൻ, കുത്തിവെപ്പ് എന്ന് പറയും നമ്മൾ. അപ്പോൾ ഈ വാക്സിന് നിങ്ങൾക്ക് എന്ത് വാക്സിൻ്റെ ഉപയോഗം എന്താ, നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യുന്നു, രോഗം ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിലേക്ക് കിടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ബോഡി എന്ത് ചെയ്യുന്നു, ആന്റിബോഡീസ് ഉണ്ടാക്കുന്നു. ആന്റിബോഡി പറഞ്ഞാൽ എന്താ, ആന്റിബോഡി എന്ന് പറഞ്ഞാൽ ആന്റിബോഡി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഇതിനെ പ്രതിരോധിക്കുന്ന വസ്തു. അതായത് രോഗം പരത്തുന്ന മൈക്രോ ഓർഗാനിസം, രോഗത്തിന് കാരണമാകുന്ന മൈക്രോ ഓർഗാനിസം നമ്മുടെ ശരീരത്തിലേക്ക് കടന്നാൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ശരീരം അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ കടന്നു വന്ന രോഗം ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസത്തെ ചെറുക്കാൻ വേണ്ടി എന്തുണ്ടാക്കുന്നു, ആന്റിബോഡീസ് ഉണ്ടാക്കുന്നു. ഈ ആന്റിബോഡീസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ അവശേഷിച്ച് നിൽക്കും. അതായത് പിന്നെയും ഈ ചത്ത മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ പുതിയ ഇതേ രീതിയിലുള്ള മൈക്രോ ഓർഗാനിസം ഒന്നും കൂടെ നമ്മുടെ ശരീരത്തിൽ കടന്നു എന്ത് ചെയ്യും, ഈ അവശേഷിക്കുന്ന ആന്റിബോഡീസ് എന്ത് ചെയ്യും, പിന്നെയും അതിനോട് എന്ത് ചെയ്യും, ഫൈറ്റ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യും, കില്ല് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ വരുന്ന തുടർച്ചയായിട്ടുണ്ടാകുന്ന രോഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, വാക്സിൻ കുത്തിവെച്ചാൽ ഒരെണ്ണം കുത്തിവെച്ചാൽ തന്നെ എന്ത് ചെയ്യും, ശേഷം നമ്മുടെ ശരീരത്തിൽ അവശേഷിച്ച് പിന്നെയും വരുന്ന എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഈ സെയിം രോഗങ്ങൾ അതെന്ത് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിൽ നിന്ന് തുരത്തുന്നു. അപ്പോൾ അതിനുള്ള ഉദാഹരണമാണ് ഏതൊക്കെ വാക്സിൻ ഉപയോഗിക്കുന്ന ഉദാഹരണം കോളറൊക്കെ, അതുപോലെ തന്നെ എന്ത് വസൂരി, പിന്നെ TB, ഇവകളൊക്കെ എന്താണ് വാക്സിൻ കൊണ്ട് തുരത്തുന്ന രോഗങ്ങളാണ്. ഈ വാക്സിൻ എന്നുള്ള സാധനം കണ്ടുപിടിച്ചത് ആളാണ് ആര്, അതായത് വസൂരിക്ക് ആദ്യമായിട്ടും ഇത് കണ്ടുപിടിച്ച ആളാണ് എഡ്വാർഡ് ജെന്നർ. മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെറുപ്പത്തിലൊക്കെ നിങ്ങളെല്ലാവരും എന്തെങ്കിലും കുത്തിവെപ്പ് ഉണ്ടാവും, പോളിയോ കുത്തിവെപ്പ്. അതും ഒരു വാക്സിനാണ്. അതായത് ഈ വാക്സിൻ നമ്മളിലേക്ക് കയറ്റിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, പിന്നെ ആ വാക്സിൻ നമ്മുടെ ശരീരത്തിൽ നിന്നാണ് പോളിയോക്ക് കാരണമാകുന്ന അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം നമ്മുടെ ശരീരത്തേക്ക് കടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതിനോട് ഫൈറ്റ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യും, കില്ല് ചെയ്യും, നമ്മുടെ രോഗത്തിൽ നിന്ന് എന്ത് ചെയ്യും, രക്ഷിക്കും. മനസ്സിലായി? നമുക്കിത് എന്ത് ചെയ്യാം, അർത്ഥമാക്കാം. കൊമേഴ്ഷ്യൽ യൂസ് ഓഫ് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസത്തിൻ്റെ എന്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ കൊമേഴ്ഷ്യൽ യൂസ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിന്റെ വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ മൈക്രോ ഓർഗാനിസം ആർ യൂസ്ഡ് ഫോർ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ആൽക്കഹോൾ, വൈൻ, അസറ്റിക് ആസിഡ്, അതായത് വിനെഗർ. അപ്പോൾ എന്ത് മൈക്രോ ഓർഗാനിസം വലിയ തോതിൽ ഉപയോഗിക്കുന്നു എന്തിനൊക്കെ, ആൽക്കഹോൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ വൈന് ഉണ്ടാക്കാനും അതുപോലെ അസറ്റിക് ആസിഡ് പറഞ്ഞാൽ അതിൻ്റെ പേരാണ് എന്ത്, വിനാഗർ, അതായത് നമ്മൾ സുർക്ക എന്നൊക്കെ പറയും. ഈ സാധനമാണ് എന്ത്, അസറ്റിക് ആസിഡ്, അതായത് വിനാഗർ, എന്ത് സുർക്ക. ഇവകളൊക്കെ ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നു, മൈക്രോ ഓർഗാനിസം യൂസ് ചെയ്യുന്നു. ഈസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് വൈൻ. വൈനെയും അതുപോലെ തന്നെ ആൽക്കഹോളിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൈക്രോ ഓർഗാനിസം ആണ് എന്ത്, ഈസ്റ്റ്. അപ്പൊ ഈസ്റ്റാണ് എന്ത് ചെയ്യുന്നത്, ആൽക്കഹോളും അതുപോലെ തന്നെ വൈനൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്, ഈസ്റ്റ്. എന്ത്, ഈസ്റ്റും വൈനും ആൽക്കഹോളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മൈക്രോ ഓർഗാനിസം ആണ് എന്ത്, ഈസ്റ്റ്. ഫോർ ദിസ് പർപ്പസ്, ഈ കാര്യത്തിന് വേണ്ടി ഈസ്റ്റ് ഈസ് ഗ്രോൺ ഓൺ ദി നാച്ചുറൽ ഷുഗർ പ്രസന്റ് ഗ്രെയിൻസ് ലൈക്ക് ബാർലി, വീറ്റ്, റൈസ്, ക്രഷ്ഡ് ഫ്രൂട്ട് ജ്യൂസസ്. നമ്മളെ പൊടിച്ച മുന്തിരിയൊക്കെ ഉണ്ടാവും, മുന്തിരിയോടൊക്കെ ഉണ്ടാവും, കടൊക്കെ ഉണ്ടാക്കും, വൈനൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ്, അതായത് പൊടിച്ച ജ്യൂസ്, അതുപോലെ തന്നെ വീറ്റ്, ഗോതമ്പ്, അരി, ബാർലി, ഇവകളൊക്കെ എന്താണ് നാച്ചുറലായിട്ട് നമ്മുടെ പ്രകൃതിപരമായിട്ട് തന്നെ അതിലെന്തുണ്ട്, ഷുഗറിൻ്റെ കണ്ടന്റ് ഉണ്ട്. ഇതിലെന്ത് ചെയ്യും, ഈസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യും, കൂടി ചേർക്കും. അത് എന്തിനാണ് കൂടി ചേർക്കുന്നത്, ഇതുകൊണ്ട് നമുക്ക് ആൽക്കഹോൾ അല്ലെങ്കിൽ വൈനൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി, ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ദിസ് സ്മെൽ ആൽക്കഹോൾ, അപ്പോൾ ദിസ് ഈസ് ദ സ്മെൽ ഓഫ് ആൽക്കഹോൾ ആസ് ഷുഗർ ഹാഡ് ബീൻ കൺവേർട്ട് ടു ആൽക്കഹോൾ ബൈ ഈസ്റ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഷുഗറിന് നാച്ചുറലായിട്ട് ഷുഗറിൻ്റെ കണ്ടന്റ് ഉള്ള സാധനത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ, ഈ ഈസ്റ്റിനെ എന്ത് ചെയ്യുമ്പോൾ ചേർക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ സ്മെല്ല് എന്തായി മാറുന്നു, ആൽക്കഹോളിക്കായിട്ട് എന്ത് ചെയ്യുന്നു, മാറുന്നു. അതായത് നാച്ചുറലായിട്ട് തന്നെ ഷുഗറിൻ്റെ കണ്ടന്റ് ഉള്ള, പഞ്ചസാരയുടെ എന്ത് കണ്ടന്റ് ഉള്ള സാധനമായ ബാർലി, അതുപോലെ തന്നെ വീറ്റ്, ക്രഷ്ഡ് ഫ്രൂട്ട്, അതായത് പൊടിച്ച അല്ലെങ്കിൽ നമ്മൾ ജ്യൂസൊക്കെ അടിച്ചെന്ത് ഫ്രൂട്ട്, ഈ ഫ്രൂട്ടിലേക്ക് എന്ത്
ഈസ്റ്റ് എന്ന സാധനത്തിന് നമ്മൾ ചേർക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഈസ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ ഷുഗറിനെ എന്താക്കി മാറ്റുന്നു, ആൽക്കഹോളിക് സ്മെല്ലുള്ളതാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. ദിസ് പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഷുഗർ ഇൻ ടു ആൽക്കഹോൾ, ഇങ്ങനെ ഷുഗറിനെ ഈസ്റ്റിന്റെ സഹായത്തോടെ ആൽക്കഹോളിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെർമെന്റേഷൻ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഈ ഫെർമെന്റേഷൻ കണ്ടുപിടിച്ച ആളാണ് ആര്, ലൂയിസ് പാസ്റ്റർ. അപ്പോ 1857 കണ്ടുപിടിച്ചത് ഇതിനെ ഫെർമെന്റേഷൻ. മനസ്സിലായിട്ടോ? അപ്പൊ 1857 ഈ ഈസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഷുഗറിനെ ആൽക്കഹോളിക്കായി മാറ്റുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്, ഫെർമെന്റേഷൻ എന്ന് പറഞ്ഞത്. 1857 ലൂയിസ് പാസ്റ്ററാണ് എന്ത് ചെയ്തത്, ഫെർമെന്റേഷൻ എന്ത് ചെയ്തത്, കണ്ടുപിടിച്ചത്. അപ്പൊ അത് കഴിഞ്ഞു. അടുത്ത കാര്യമാണ് മെഡിസിനൽ യൂസ് ഓഫ് മൈക്രോ ഓർഗാനിസം. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ വീട്ടുകാര്യങ്ങൾ കേക്ക് ഇങ്ങനത്തെ പറഞ്ഞിട്ട് നമ്മൾ കൊമേഴ്ഷ്യൽ യൂസ് പറഞ്ഞു. മൂന്നാമത്തെ കാര്യമാണ് എന്ത്, മെഡിസിനൽ യൂസ് ഓഫ് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസം നമ്മൾ മരുന്നുകളിൽ ഉപയോഗിക്കുന്ന രീതി. അപ്പൊ നിങ്ങളെ എന്തെങ്കിലും രോഗമൊക്കെ ബാധിച്ചിട്ടാണെങ്കിൽ രോഗം നമ്മൾ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഡോക്ടർ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഒരു ആന്റിബയോട്ടിക്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഡോക്ടർമാർ നിങ്ങൾക്ക് തരുന്നു. ഈ ഒരുപാട് ഇഞ്ചക്ഷനൊക്കെ എന്ത് ചെയ്യുന്നു, തരുന്നു. അപ്പൊ അങ്ങനെ തന്നെ ഇഞ്ചക്ഷനൊക്കെ തരുന്നു. അങ്ങനെ തന്നെ ഒരു ആന്റിബയോട്ടിക്സ് പ്രധാനപ്പെട്ട സാധനമാണ് പെൻസിലിൻ. പെൻസിലിൻ കണ്ടുപിടിച്ച ആളാണ് ആര്, അലക്സാണ്ടർ ഫ്ലെമിംഗ്. മനസ്സിലായോ? പെൻസിലിൻ കണ്ടോ? പെൻസിലിനെ കൈപ്പെട്ടൊരു സാധനമാണ്. അപ്പൊ ഈ ആന്റിബയോട്ടിക്സിന്റെ ഒക്കെ ഒറിജിൻ ഉള്ളത് മരുന്നുകളൊക്കെ എന്താക്കുന്നു, മൈക്രോ ഓർഗാനിസത്തിനാണ് ഈ ആന്റിബയോട്ടിക്സ് മരുന്നുകളൊക്കെ എന്ത് ചെയ്യുന്നത്, വരുന്നത്. അപ്പൊ ഇവിടെ ഈ ആന്റിബയോട്ടിക്സ് മരുന്നിന്റെ പണി എന്താ, ദിസ് മെഡിസിൻ കിൽ ഓർ സ്റ്റോപ്പ് ദ ഗ്രോത്ത് ഓഫ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. ഈ ആന്റിബയോട്ടിക്സ് എന്ത് ചെയ്യുന്നു, രോഗം വരുത്തുന്ന രോഗത്തിന് കാരണമാകുന്ന മൈക്രോ ഓർഗാനിസത്തെ എന്ത് ചെയ്യുന്നു, കൊല്ലുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുകയോ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുകയോ ചെയ്യുന്നു. സച്ച് മെഡിസിൻസ് ആർ കാൾഡ് ആന്റിബയോട്ടിക്സ്. ഇങ്ങനത്തെ മരുന്നുകളാണ് നമ്മൾ എന്താ പറയുക, ആന്റിബയോട്ടിക്സ് എന്ന് പറയാം. ആന്റിബയോട്ടിക്സ് പറഞ്ഞാൽ ഒരു തരം മരുന്ന്. ആ മരുന്ന് എന്ത് ചെയ്യുന്നു, നമ്മുടെ രോഗത്തിന് കാരണമാകുന്ന മൈക്രോ ഓർഗാനിസത്തിന് അതെന്ത് ചെയ്യുന്നു, ഒന്നുകിൽ തടയുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, അതിനെ കൊല്ലുന്നു. ഇങ്ങനത്തെ മരുന്നുകൾക്കാണ് നമ്മൾ എന്താ പറയുക, ആന്റിബയോട്ടിക്സ് എന്ന് പറയാം. അപ്പൊ എന്ത് ചെയ്യുന്നു, ഒരുപാട് മരുന്നുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ബാക്ടീരിയയും ഫംഗിയുമാണ്. ബാക്ടീരിയ, ഫംഗി. ഇതിൽ ഈ രണ്ടും ഉണ്ടാക്കുന്ന കുറെ മരുന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് എഴുതി തന്നത് ഏതൊക്കെ, സ്ട്രെപ്റ്റോമിസിൻ, ടെട്രോസൈക്ലിൻ, അതുപോലെ തന്നെ എട്രോമൈസിൻ. ഇവകളൊക്കെയാണ് എന്ത് പൊതുവായിട്ട് നമ്മൾ കാണപ്പെടുന്ന ആന്റിബയോട്ടിക്സ് എന്തെന്ന് ഉപയോഗിക്കുന്ന, ബാക്ടീരിയന്നും ഫംഗിന്നും ഉപയോഗിക്കുന്ന മരുന്നുകൾ. അപ്പോൾ ഇനി ഇവകൾ പിന്നെ വേറെ ഇതിന്റെ ഉപയോഗമാണ് എന്ത്, ആന്റിബയോട്ടിക്സ് ആർ ഈവൻ മിക്സ്ഡ് വിത്ത് ദി ഫീഡ് ഓഫ് ലൈഫ് സ്റ്റോക്സ് ആൻഡ് പൗൾട്രി ടു ചെക്ക് ദ മൈക്രോബിയൽ ഇൻഫെക്ഷൻ ഇൻ അനിമൽസ്. അനിമൽസിൽ മൈക്രോ ഓർഗാനിസത്തിന് ഇൻഫെക്ഷൻ എന്ത് ചെയ്യാൻ വേണ്ടി, ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ വളർത്തു പക്ഷികളിലും അതുപോലെ തന്നെ എന്ത് കന്നുകാലികളുടെ ഫുഡിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആന്റിബയോട്ടിക്സ് എന്ത് ചെയ്യുന്നു, നമ്മൾ മിക്സ് ചെയ്യുന്നു. ഫസ്റ്റ് ആ മനുഷ്യന്മാരുടെ കാര്യം. രണ്ടാമത് വളർത്തു മൃഗങ്ങൾക്കും അതുപോലെ തന്നെ വളർത്തു പക്ഷികൾക്കും കന്നുകാലികൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മൈക്രോ ഓർഗാനിസമായി കാരണമായി ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആന്റിബയോട്ടിക്സ് അവരുടെ ഫുഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, മിക്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ദേ ആർ യൂസ്ഡ് ടു കൺട്രോൾ മെനി പ്ലാന്റ് ഡിസീസസ്. അതുപോലെ തന്നെ ചില സസ്യങ്ങളുടെ കണ്ടാണ് ചില രോഗങ്ങളുണ്ടാവും. നമ്മൾ മണ്ണിൽ ഇങ്ങനെ കാര്യമില്ല, അതേപോലെ സസ്യങ്ങളുണ്ടാകുന്ന ഒരുപാട് രോഗങ്ങളുണ്ടാവും. ആ രോഗങ്ങളൊക്കെ തടയാനും നമ്മൾ എന്ത് ചെയ്യുന്നു, ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ ആന്റിബയോട്ടിക്സ് മനുഷ്യന്മാർക്ക് ഉപയോഗിക്കുന്നുണ്ട്, പ്ലാന്റ്സിനും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ആന്റിബയോട്ടിക്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആന്റിബയോട്ടിക്സ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡോക്ടറെ, ഒരു ക്വാളിഫൈഡ് ആയ ഡോക്ടറെ അഡ്വൈസ്, ഉപദേശം കൊണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്വീകരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഡോക്ടർ തന്ന കോഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, പൂർത്തീകരിക്കണം. അതായത് ഒരു ദിവസം 3 നേരം എന്ന് പറഞ്ഞാൽ
അപ്പോൾ 2 നേരം കുടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, രോഗം മാറും. അതിന് വെച്ചാൽ അവിടെ എന്ത് ചെയ്യരുത്, നിർത്തരുത്. ആ 3 നേരം നമ്മൾ എന്താക്കണം, ആ കോഴ്സ് നമ്മൾ എന്താക്കണം, ഫുള്ളാക്കൽ അത്യാവശ്യമാണ്. അപ്പോൾ ഒന്നാമത്തെ ആൻറ്റിബയോട്ടിക്സ് പറഞ്ഞു, മരുന്നുകൊണ്ടുള്ള ഉപകാരം. രണ്ടാമതാണ് വാക്സിൻ. അപ്പോൾ വാക്സിൻ നിങ്ങൾക്ക് അറിയാം, കുത്തിവെപ്പ് എന്ന് പറയും നമ്മൾ വാക്സിൻ. അപ്പോൾ ഈ വാക്സിൻ്റെ കൊണ്ടുള്ള കാര്യം എന്താണ്, മറ്റേ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ പറഞ്ഞാൽ എന്ത് രോഗം കാരണമാകുന്ന സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ആൻറ്റിബയോട്ടിക്സ് എന്ത് ചെയ്യുന്നു, കൊല്ലുകയോ തടയുകയോ ചെയ്യുന്നു. ഈ വാക്സിൻ എന്ന് പറഞ്ഞാൽ ഈ രോഗം കാരണമാകുന്ന മൈക്രോ ഓർഗാനിസം നമ്മുടെ ശരീരത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി എന്ത് ചെയ്യും, നമ്മൾ വാക്സിൻ കുത്തിവെച്ചിട്ടാണെങ്കിൽ നമ്മുടെ ബോഡി എന്ത് ചെയ്യും, അതിനൊരു ആൻറ്റിബോഡി ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞു. വാക്സിനാണ് എന്ത് ചെയ്യുന്നത്, ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നത്. വാക്സിൻ എന്ത് ചെയ്യും, അതായത് നമ്മൾ വാക്സിൻ കുത്തിവെച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ശരീരത്തേക്ക് ഈ രോഗം കാരണമാകുന്ന മൈക്രോ ഓർഗാനിസം കടക്കുകയാണെങ്കിൽ ബോഡി എന്ത് ചെയ്യും, അപ്പം തന്നെ എന്ത് ചെയ്യും, അതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ്, അതിൻ്റെ പ്രതിരോധ ശക്തിക്കുള്ള ആൻറ്റിബോഡീസ് എന്ത് ചെയ്യും, പ്രതിരോധ വസ്തുക്കൾ എന്ത് ചെയ്യും, നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നു, ഉൽപ്പാദിച്ചാണ്ട് എന്ത് ചെയ്യുന്നു, ആ കടന്നു വരുന്ന മൈക്രോ ഓർഗാനിസത്തിനെ ഇതെന്ത് ചെയ്യുന്നു, ഇതിനോട് ഫൈറ്റ് ചെയ്യുന്നു. അപ്പം ഇനി ഇതിൻ്റെ വാക്സിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരൊട്ടം നമ്മൾ കുത്തിവെച്ചാൽ മതി, അത് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, അവശേഷിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞാൽ when a disease carrying microbe enter our body, നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യും, ശരീരത്തിലേക്ക് എന്ത് ചെയ്യുമ്പോൾ ബോഡിയിലേക്ക് ഡിസീസ് കാരണമാകുന്ന അല്ലെങ്കിൽ ഡിസീസ് ഉണ്ടാക്കുന്ന രോഗം ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസം കിടക്കുമ്പോൾ ദ ബോഡി പ്രൊഡ്യൂസസ് ആൻറ്റിബോഡീസ് ടു ഫൈറ്റ് ദ ഇൻവൈഡർ. ആ കടന്നു വരുന്ന അക്രമിയെ എന്ത് ചെയ്യാൻ വേണ്ടി, ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്ന ആൻറ്റിബോഡി, അതായത് ആൻറ്റിബോഡി പറഞ്ഞാൽ പ്രതിരോധ വസ്തുവാണ്, അതിനെ പ്രതിരോധിക്കുന്ന ആൻറ്റിബോഡി എന്ത് ചെയ്യും, നമ്മുടെ ശരീരം ഉണ്ടാക്കുന്നു. And the body also, അടുത്ത പ്രത്യേകതയാണ് എന്ത്, the body also remember how to fight the microbes if it enters again. ഇത് ഒരട്ടം നമ്മൾ തുരുത്തിയ സാധനം രണ്ടാമത് വന്നാലും അതിനെ എങ്ങനെ ചെറുക്കണം എന്നുള്ളത് എന്ത് ചെയ്യാം, ഈ ആൻറ്റിബോഡീസിനെ എന്ത് ചെയ്യാം, നമ്മുടെ ബോഡിക്ക് എന്ത് ചെയ്യും, മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഒരട്ടം കുത്തിവെച്ചാൽ രണ്ടാമത് വന്നാലും എന്ത് ചെയ്യുന്നു, ഇത് അതായത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ പോളിയോ ഉണ്ടാവും, ഫസ്റ്റ് കുത്തിവെച്ചാൽ മതി, പിന്നെയും പോളിയോൻ്റെ സാധനം വരുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ മരുന്ന് തന്നെ എന്ത് ചെയ്യുന്നു, അതിനെ ചെറുക്കുകയും ചെയ്യുന്നു. If the dead or weakened microbes are introduced in healthy body, അതായത് ഒരു മരിച്ച അല്ലെങ്കിൽ എന്ത് വീക്കായ മൈക്രോ ഓർഗാനിസം നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യുമ്പോൾ കിടക്കുമ്പോൾ ബോഡി ഫൈറ്റ് ആൻഡ് കിൽ ദം ബൈ പ്രൊഡ്യൂസിങ് സൂട്ടബിൾ ആൻറ്റിബോഡീസ്. നമ്മൾ അതിന് സൂട്ടായ ആൻറ്റിബോഡീസ് എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കിയാണ് നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നു, അതിനെതിരെ പോരാടുന്നു. ദെൻ ആൻറ്റിബോഡീസ് റിമെയിൻ ഇൻ ദി ബോഡി. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പോരാടി ആ സാധനം ആ ഒരു യൂസ് കൊണ്ട് അവിടെ തീരില്ല, ആ ആൻറ്റിബോഡി എന്ത് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ അവശേഷിച്ച് നിൽക്കുന്നു. ആൻഡ് വി ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ദി ഡിസീസ് കോസിങ് മൈക്രോബ്സ്. എന്ത് ഇതിനെ ഈ ഡിസീസ് കാരണമാകുന്ന ഈ മൈക്രോബ്സിനെ എന്ത് ചെയ്യുന്നു, ഈ ആൻറ്റിബോഡീസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ തടുത്തു നിർത്തുകയും ചെയ്യുന്നു. ഇത് കാരണമായി ഉണ്ടാക്കുന്ന കുറേ രോഗങ്ങളാണ് എന്തൊക്കെ, കോളറ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത്, കോളറൊക്കെ നമ്മൾ വാക്സിനാണ്. കോളറ, അതുപോലെ തന്നെ TB, ക്ഷയം, അതുപോലെ തന്നെ സ്മാൾ ബോക്സ്. സ്മാൾ ബോക്സ് പറഞ്ഞാൽ എന്താ, പശുവിലേക്ക്. ഈ രോഗങ്ങളൊക്കെ എന്താണ്, വാക്സിനേഷൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നതാണ്, ചെറുക്കാൻ കഴിയുന്നതാണ്. പിന്നെ ഈ വാക്സിൻ കണ്ടുപിടിച്ച ആളാണ് ആര്, എഡ്വേർഡ് ജെന്നർ. എഡ്വേർഡ് ജെന്നറാണ് എന്ത് ചെയ്തത്, വാക്സിൻ എന്ത് ചെയ്തത്, കണ്ടുപിടിച്ചത്. വർഷം 1798. അപ്പോൾ 1798 എഡ്വേർഡ് ജെന്നറാണ് എന്ത് ചെയ്തത്, വാക്സിൻ എന്ത് ചെയ്തത്, കണ്ടുപിടിച്ചത്. പിന്നെ നമുക്കറിയാം, നമ്മൾ ചെറുപ്പത്തിൽ പോളിയോ എടുക്കണമെന്നൊക്കെ ഏകദേശം, അതുപോലത്തെ TV വരുന്ന പരസ്യം, ഈ കാര്യങ്ങളൊക്കെ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്യും, പോളിയോ കുത്തിവെപ്പൊക്കെ, വാക്സിൻ കുത്തിവെപ്പൊക്കെ നടക്കും. അതൊക്കെ ഈ സെയിം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ കഴിഞ്ഞു. ഇനി അടുത്ത കാര്യമാണ് ഇൻക്രീസിങ് സോയിൽ ഫെർട്ടിലിറ്റി. മണ്ണിൻ്റെ എന്ത് ചെയ്യല്, അടുത്ത ഉപയോഗമാണ് എന്ത്, നമ്മളെ ലാസ്റ്റ് ഉപയോഗമാണ് എന്ത്, മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി കൂട്ടും. അതായത് മണ്ണിൻ്റെ
ഫലഭൂഷ്ഠത എന്ത് ചെയ്യും? മൈക്രോ ഓർഗാനിസം കാരണം മണ്ണിന്റെ ഫലഭൂഷ്ഠത വളർത്തും. അത് നമ്മളെ പ്രകൃതിയിൽ എന്തുണ്ട്? ഒരുപാട് ബാക്ടീരിയ, അതുപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ആൽഗിയൊക്കെ ഉണ്ട്. ഈ സാധനങ്ങൾ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നിങ്ങൾക്ക് PDF നോക്കിയാലും മതി. ഇവിടെ കണ്ടില്ലേ ഫോട്ടോസ്. അപ്പോൾ എന്ത് ഈ സാധനങ്ങളുടെ പണി എന്താണ്? ഈ ചില ബാക്ടീരിയകളെയും ബ്ലൂ ഗ്രീൻ അൽഗികളുടെയും പണി എന്താണ്? അറ്റ്മോസ്ഫിയറിൽ എന്ത് ചെയ്യും? നൈട്രജനെ അത് വലിച്ചെടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഭൂമിയിലേക്ക് ഭൂമിയിലെ കഴിഞ്ഞ വർഷങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഭൂമിയിലേക്ക് അത് എന്ത് ചെയ്യുന്നു? ഇടുന്നു. എന്നിട്ട് ഭൂമി എന്താക്കുന്നു? ഭൂമിയിലേക്ക് ആ നൈട്രജൻ നിക്ഷേപിച്ചുകൊണ്ട് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിൽ അതിനെ നിക്ഷേപിച്ചുകൊണ്ട് ആ മണ്ണിനെ എന്ത് ചെയ്യുന്നു? അത് ഫെർട്ടിലിറ്റി എന്ത് കൂട്ടുന്നു? അങ്ങനെ അതിൻ്റെ ഫലഭൂഷ്ഠത എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. അങ്ങനെ ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ പേരാണ് എന്ത്? ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഴ്സ് എന്നാണ് എന്ത് ചെയ്യുക? ആ ബ്ലൂ ഗ്രീൻ അൽഗിയെയും അതുപോലെ തന്നെ ആ ബാക്ടീരിയകളൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഴ്സ്. അപ്പോൾ സോയിൽ ഫെർട്ടിലിറ്റി ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഏതൊക്കെ? ചില ബാക്ടീരിയ, അതുപോലെ തന്നെ എന്ത്? ബ്ലൂ ഗ്രീൻ അൽഗിയും. ഇവകളൊക്കെ എന്ത് ചെയ്യുന്നത്? സോയിൽ ഫെർട്ടിലിറ്റി എന്ത് ചെയ്യുന്നത്? കൂട്ടുന്നത്. ഇവകളെ പണി പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്ന് നൈട്രജൻ എന്ത് ചെയ്യും? സസ്യങ്ങൾക്ക് വലിക്കാൻ കഴിയില്ലെന്നൊക്കെ നമ്മൾ എന്ത് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളാണ് എന്ത് ചെയ്യുക? അന്തരീക്ഷത്തിൽ നൈട്രജനെ വലിച്ചെടുത്താണ്ട് എന്ത് ചെയ്യുന്നു? മണ്ണിലേക്ക് എന്ത് ചെയ്യുന്നു? സോയിലിൽ നിക്ഷേപിച്ച് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിന് സോയിൽ നിക്ഷേപിച്ചുകൊണ്ട് ആ മണ്ണിനെ എന്ത് ചെയ്യുന്നു? ഫലഭൂഷ്ഠത ഇതാക്കുന്നു. ഇങ്ങനെ മണ്ണിന് നൈട്രജൻ്റെ ഇത് കൂട്ടിയാണ്ട് മണ്ണിനെ നല്ല എന്താക്കണേ? ഫലഭൂഷ്ഠമാക്കുന്ന ഈ മൈക്രോ ഓർഗാനിസത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇവകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഴ്സ്. മനസ്സിലായില്ലേ? എന്താണ് അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പറയാനുള്ളത്? നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഗ്രൂപ്പിൽ ചോദിക്കുക. അതുപോലെ തന്നെ എന്ത് പറഞ്ഞ ഓരോ പോയിന്റും ഓരോ സബ്മിറ്റിംഗ് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇതിൻ്റെ PDF കിട്ടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഓരോ സബ്മിറ്റിംഗ് ഇട്ടാണ്ട് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ഓരോരോ പോയിന്റും ഇപ്പോൾ ഇത് നമ്മളെ ബോർഡുകൾ എഴുതി മാത്രമല്ല, ചിലവർക്ക് ബോർഡുകൾ എഴുതി മാത്രം വെറുതെ ഒരു പേരിന് വേണ്ടി അയച്ചിട്ടുണ്ട്. അത് പറ്റില്ല. പറഞ്ഞ പോയിന്റൊക്കെ എന്ത് ചെയ്യുക? ഓരോന്ന് സ്റ്റാർ ആക്കിയിട്ട് എന്ത് ചെയ്യുക? നോട്ട് ചെയ്തിട്ടായിട്ട് എന്ത് ചെയ്യുക? രാത്രി 10 മുമ്പ് എന്ത് ചെയ്യുക? അയച്ചു തരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.